വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 ഖണ്ഡികകൾ മാത്രം ദേശീയ വേദികളിൽ ഔദ്യോഗികമായി ആലപിക്കാൻ 1937 ഒക്ടോബർ 28 ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു തീരുമാനമെടുത്തു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 ഖണ്ഡികകളിൽ മാതൃരാജ്യത്തിന്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചുമാണ് പറയുന്നത്. അതിലാർക്കും യാതൊരു തരത്തിലുള്ള എതിരഭിപ്രായങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ തുടർന്നുള്ള 4 ഖണ്ഡികകളിലേക്ക് വരുമ്പോൾ മാതൃരാജ്യത്തെ ഹൈന്ദവ ദേവതകളായ ലക്ഷ്മി, ദുർഗ തുടങ്ങിയവരോട് താരതമ്യപ്പെടുത്തുകയും വിഗ്രഹാരാധനയുടെ ഒരു പശ്ചാത്തലം വരികയും ചെയ്യുന്നുണ്ട്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് ഇത് പരിപൂർണമായി ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള പല വിയോജിപ്പുകൾക്കും കാരണമായി മാറി. ഒടുവിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രവീന്ദ്രനാഥ ടാഗോറിന്റെ അഭിപ്രായം തേടി. ഒടുവിൽ രാജ്യത്തിന്റെ ദേശീയ ഐക്യവും മതസൗഹാർദ്ദവും പരിഗണിച്ചുകൊണ്ട് വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 ഖണ്ഡികകൾ മാത്രം ഔദ്യോഗികമായി ആലപിക്കാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനമെടുക്കുകയായിരുന്നു. 1950 ജനുവരി 24-ന്, അതായത് ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് 2 ദിവസങ്ങൾക്ക് മുൻപ് ദേശീയ ഗാനത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടക്കുകയാണ്. അന്ന് ടാഗോറിന്റെ ജനഗണമനയോടൊപ്പം ബങ്കിം ചന്ദ്രയുടെ വന്ദേ മാതരവും പരിഗണിക്കപ്പെടുന്നുണ്ട്. ഒടുവിൽ ഒട്ടേറെ വാഗ്വാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതുതന്നെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവശ്യവും. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് കേഴ്സൺ പ്രഭുവിന്റെ വിഭജന തന്ത്രങ്ങൾക്കെതിരായി നടന്ന സ്വദേശി പ്രസ്ഥാനത്തിൽ ഇന്ത്യ ഒട്ടാകെ ലക്ഷക്കണക്കിന് മനുഷ്യർ ബ്രിട്ടീഷ് പോലീസിന്റെ ക്രൂരമായ ലാത്തിക്കെതിരെയും കിരാതമായ തടവറകൾക്കെതിരെയും സമരം ചെയ്തത് വന്ദേ മാതരം എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ കൂടിയും ഇന്ത്യയുടെ ദേശീയ പോരാട്ടത്തിൽ നൽകിയ നിർണായകമായ പങ്ക് കണക്കിലെടുത്തുകൊണ്ട് വന്ദേ മാതരത്തെയും തുല്യ പ്രാധാന്യത്തോടെ തന്നെ പരിഗണിക്കണമെന്ന് അന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു പ്രഖ്യാപനം നടത്തി. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് AICCയുടെ മുൻ പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധിക്കും AICCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെക്കും പോലും തടയാൻ കഴിയാത്ത വിധത്തിൽ വന്ദേ മാതരം മുഴുവനായും ആലപിക്കപ്പെടുന്നുണ്ടെങ്കിൽ, കോൺഗ്രസിന്റെ തന്നെ ചരിത്രം തമസ്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ നിരാശരാണ്. ഗാന്ധിജിക്ക് ബെഞ്ചിന്റെ മൂലയിലിരിക്കാൻ ഒരിത്തിരി ഇടം കൊടുത്തുകൊണ്ട് ജനം TV അടിച്ചിറക്കിയ ന്യൂസ് കാർഡ് അല്ല ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഇപ്പോൾ നിരാശരാക്കുന്നത്. ഈ രാജ്യത്തെ മതേതര വിശ്വാസികളെ നിരാശരാക്കുന്നത് ഇന്ന് AICC ആസ്ഥാനത്ത് കണ്ട കാഴ്ചയാണ്.